പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 30 മുതലുള്ള തിരുലിഖിതങ്ങൾ. മനുഷ്യപുത്ര, മതിലുകൾക്കരികിലും വീട്ടുവാതുക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് പറയുന്നു. അവർ പരസ്പരം പറയുന്നു, വരൂ, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. അവർ കൂട്ടം കൂട്ടമായി നിന്റെ അടുക്കൽ വരും. എൻ്റെ ജനമെന്ന പോലെ നിന്റെ മുമ്പിലിരിക്കും. നിന്റെ വാക്കുകൾ അവർ ശ്രവിക്കുകയും ചെയ്യും, പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും നിത്യരക്ഷയുടെ വചനങ്ങളാകാൻ തക്കവണ്ണം ഹൃദയങ്ങളെ തുറക്കണമേ. 2 മക്കബായർ 1:4. അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ തക്കവിധം അവിടുന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യം. വിശുദ്ധ ലിഖിതങ്ങൾ പ്രവേശിക്കാൻ തക്കവിധം അവിടുന്ന് അവരുടെ മനസ്സുകൾ തുറന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, വചനം ശ്രവിക്കുവാൻ അങ്ങയുടെ മക്കളെ ഒരുമിച്ച് കൂട്ടണമേ. സമൂഹങ്ങളെ, കുടുംബങ്ങളെ, കുടുംബാംഗങ്ങളെ, ജനപദങ്ങളെ, ഗോത്രങ്ങളെ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവെ ഒരുമിച്ച് കൂട്ടണമേ. കേൾക്കുന്ന ഓരോ വചനങ്ങളും നിത്യരക്ഷ വചനങ്ങളാകാൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ. കണ്ണടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹൃദയം നുറുങ്ങി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ആത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ജീവന്റെ ആത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ അതിശയകരമായി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഉന്നതത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആത്മാവേ, സകല ഹൃദയങ്ങളെയും വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, വചനങ്ങൾക്കായി ഹൃദയങ്ങളെ തുറക്കണമേ. അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. സമൂഹങ്ങൾ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ മക്കൾ വചനം കേൾക്കാൻ വേണ്ടി ഇപ്പോൾ എവിടെയാണോ ആഗതമായിരിക്കുന്നത്, എവിടെയാണോ സന്നിഹിതമായിരിക്കുന്നത്, അവിടെ പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് വ്യാപരിക്കണമേ. ക്ഷീണിതർ, രോഗികൾ, തളർന്നവർ, ദുഃഖിതർ, അവിശ്വാസ പീഡയുള്ളവർ, നിരീശ്വരം ചെന്നുള്ളവർ, ദൈവത്തെ അംഗീകരിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, ഹൃദയം കഠിനമായവർ, സകല മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറഞ്ഞു വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അടുത്ത കാലത്ത് ഒരു ദിവസം ഒരു കുടുംബവുമായി സംസാരിച്ച്, അപ്പോൾ ആ കുടുംബത്തിലെ വേദനാജനകമായ ഒരു രംഗം ആ കുടുംബാംഗങ്ങൾ പങ്കുവെച്ച് അവർ പറഞ്ഞ്, ഞങ്ങൾ ഒന്നിച്ച് ധ്യാനത്തിന് വരുന്നുണ്ട്. അപ്പൻ, അമ്മ, മക്കള് ഒന്നിച്ച് ധ്യാനത്തിന് വരുന്നുണ്ട്, ഒന്നിച്ച് ബൈബിൾ വായിക്കുന്നുണ്ട്, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശരിയാണ്. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിലെ ചിലർ ദൈവവചനം പറഞ്ഞിരിക്കുന്ന വചനപ്രഘോഷണങ്ങൾ പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ച് സംസാരിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വിമർശിച്ച് സംസാരിക്കുകയാണ്. വചനം കേട്ട് വീട്ടിൽ വന്ന് വിമർശിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ വേദന തോന്നിട്ട് സഹിക്കാൻ പാടില്ല. കുടുംബാംഗങ്ങൾ പലരും വളരെ വേദനയോടെ പറയുകയാണ്, വചനം കേൾക്കുമ്പോൾ അവർ പറയേണ്ടത് ഇങ്ങനെയത്രേ. പറയണവർക്ക് പറയാം, ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റുകയില്ല. പറയുന്നവരങ്ങനെയൊക്കെ പറയും. എന്നാൽ എനിക്കറിയാം എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടിട്ട് വീട്ടിൽ ചെന്ന് പറയുകയാണ്, പറയുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം, എന്നാൽ ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 30-ാം തിരുലിഖിതം, മനുഷ്യപുത്ര, മതിലുകൾക്കരികിലും വീട്ടുവാതിൽക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ പരസ്പരം പറയുന്നു, വരൂ, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. അവർ കൂട്ടം കൂട്ടമായി നിന്റെ അടുക്കൽ വരും. എൻ്റെ ജനമെന്ന പോലെ നിന്റെ മുമ്പിൽ ഇരിക്കും. നിന്റെ വാക്കുകൾ അവർ കേൾക്കുകയും ചെയ്യും, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ദിവസം ഒരു കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തിലെ കുടുംബനാഥൻ എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ധ്യാനം കൂടിയതാണോ? അതെ. ധ്യാനത്തിൽ ഇടവപ്പള്ളിയിൽ ശുശ്രൂഷകൾക്ക് പങ്കെടുക്കുന്നുണ്ടോ? മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും പോകുന്നുണ്ട്. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം നല്ല ദൈവഭക്തിയുള്ള കുടുംബമാണ്.
അപ്പോൾ ആ കുടുംബനാഥൻ്റെ ആ പരാമർശനങ്ങൾ എനിക്കില്ല സന്തോഷമായി. ഞാനങ്ങനെ ആ കുടുംബത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബനാഥൻ്റെ വീട്ടിൽ മദ്യക്കുപ്പികൾ നിരനിരയായി ഇരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, അല്ലയോ ചേട്ടാ, നിങ്ങൾ ധ്യാനം കൂടി ഞായറാഴ്ച തോറും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഞായറാഴ്ച തോറും കുർബാന സ്വീകരിക്കുന്നുണ്ട്, പിന്നെ ഈ ഇരിക്കുന്ന മദ്യക്കുപ്പികളുടെ അർത്ഥം എന്താണ്? അപ്പോഴാണ് ആ ചേട്ടൻ പറയണത്, അച്ഛാ, അത് ഇത്ര വലിയ സീരിയസ് ആയ വിഷയമാണോ? കർത്താവ് 10 കൽപ്പനകളിൽ നിരോധിച്ചിട്ടില്ലല്ലോ, കർത്താവ് 10 കൽപ്പന നിരോധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് ഇത്ര കാര്യമായിട്ട് കണക്കാക്കണില്ല. ഞാൻ തിരിച്ചൊക്കെ കുടിക്കും. എന്നാലും ഞാൻ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു, കുർബാന സ്വീകരിക്കുമോ? പിറ്റേ എന്നാലും ഞാൻ പോയി കുർബാന സ്വീകരിക്കും. നോക്കുക, എഴുതപ്പെട്ട വചനങ്ങളെ ലാഘവ ബുദ്ധിയോടെ കണ്ട് അതും ഇതും ചിന്തിച്ച് തന്നിഷ്ടപ്രകാരം നടക്കാൻ ചില വചനങ്ങളെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാതിരിക്കുക. തന്നിഷ്ടപ്രകാരം നടക്കാൻ ദൈവവചനം പ്രഘോഷിക്കുന്നവരെ ദുഷിച്ച് സംസാരിച്ച് പറയുന്നവരൊക്കെ പറയും, പക്ഷേ എല്ലാം അനുസരിച്ച് നടക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. ഇതിനെക്കുറിച്ച് അച്ഛൻ അങ്ങനെ മനസ്സിൽ വേദന കൊണ്ടിരുന്നപ്പോൾ ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഒരു കുരുടിപ്പാമ്പ്, ചേനത്തണ്ടൻ, ഒരു റോട്ടിൽ അങ്ങനെ സുഖമായി കിടക്കുകയാണ്. ആ റോഡിൻ്റെ ചൂട് പറ്റി അവനവിടെ നല്ല സ്വർഗം പോലെയുള്ള സുഖമാണ്. ആ ചേനത്തണ്ടൻ നടു റോട്ടിലാണ് കിടക്കണത് എന്ന് മറക്കരുത്. അവൻ്റെ വിചാരം ഇത് വലിയ അപകടമുള്ള പ്രദേശമൊന്നും അല്ല, ഇത് വനാന്തരത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നാണ് ഈ ചേനത്തണ്ടൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫോറസ്റ്റിലെ തടി കയറ്റിയ, മരങ്ങൾ കയറ്റിയ വലിയൊരു ലോറി, ഒരു ലോഡും വണ്ടി ആ വഴിയെ വന്നു. ഇതിൻ്റെ അരമ്പലും ബഹളവും കേട്ടപ്പോൾ ഈ ചേനത്തണ്ടൻ ചിന്തിക്കുകയാണ്, എന്താ ആകാശം വല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണോ? ലോകാവസാനം അങ്ങനെ അടുത്തോ? എന്തായാലും ശരി, ദൈവാനുഗ്രഹം കൊണ്ട് ആ ലോറിയുടെ ടയറുകൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിയില്ല, ഇരുവശങ്ങളിലൂടെ കടന്നുപോയി. ചേനത്തണ്ടൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട്. ഈ വലിയ ഇരമ്പലെല്ലാം പാഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ചേനത്തണ്ടൻ ആശ്വാസമായി. ഓ, അപകടം നീങ്ങിപ്പോയി, ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ കിടക്കുകയാണ്. വീണ്ടും കുറഞ്ഞ നേരം കഴിഞ്ഞു. അതാ ആ പ്രദേശത്തേക്കുള്ള സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ കുട്ടികൾ ആ റോട്ടിലൂടെ നടന്നു വരികയാണ്. ഈ കുട്ടികൾ ഈ മൂത്ത് മുരടിച്ച് കിടക്കുന്ന ഈ ഉഗ്രവിഷമുള്ള പാമ്പിനെ കണ്ടപ്പോൾ, ഈ കുരുടി പാമ്പിനെ കണ്ടപ്പോൾ, ഈ പൊട്ടൻ പാമ്പിനെ കണ്ടപ്പോൾ, ഈ ചേനത്തണ്ടനെ കണ്ടപ്പോൾ ആ കുട്ടികൾ ഭയന്ന് അലറിക്കരഞ്ഞു. അയ്യോ, പാമ്പ്, പാമ്പ്! അവർ അലറിക്കരഞ്ഞു. ഉടനെ സമീപ പ്രദേശത്തുള്ള പറമ്പുകളിൽ കൃഷി ചെയ്തിരുന്ന കർഷക തൊഴിലാളികൾ ഓടി വന്നു. അപ്പുറത്തുണ്ടായിരുന്ന ലോഡിംഗ് തൊഴിലാളികൾ ഓടി വരുന്നു. അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഓടിക്കൂടി. നോക്കുമ്പോൾ അവർ മനസ്സിലാക്കി, ഇത് ഉഗ്രവിഷമുള്ള മൂത്ത് മുരടിച്ചൊരു പാമ്പാണ്. ഇതിനെ ചെറിയ വടി കൊണ്ടൊന്നും അടിച്ചിട്ട് കാര്യമില്ല. ചിലർ പറഞ്ഞു ആ തൂമ്പാക്കൈ ഇങ്ങ് എടുത്തിട്ട് വാ, ചിലർ പറഞ്ഞു ആ കമ്പിപ്പാര പോയി ഇങ്ങ് എടുത്തിട്ട് വാ, ചിലർ പറഞ്ഞു ആ മുട്ടൻ വടി ഇങ്ങ് എടുത്തിട്ട് വാ, ചിലർ പറഞ്ഞു ആ വിറകമ്പ് ഇങ്ങ് എടുത്തിട്ട് വാ. ഈ സമയത്ത് ഈ ചേനത്തണ്ടൻ ചിന്തിക്കുകയാണ്, ഏതോ ഒരു മണ്ടം പാമ്പ് കുട്ടികൾ പോണ വഴി കയറി കിടക്കുന്നു. എന്താ ഈ പാമ്പുകൾക്കൊന്നും ബോധമില്ലേ? ഈ മണ്ടൻ പാമ്പ്, ഈ ചേനത്തണ്ടൻ ചിന്തിക്കുകയാണ്, ഏതോ ഒരു പാമ്പ് കുട്ടികൾ പോണ വഴി കയറി കിടപ്പുണ്ടെന്ന്. എന്നാൽ താനാണ് ഈ അപകടകരമായ സ്ഥിതിയിൽ കിടക്കണതെന്ന് ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല. അവൻ വിചാരിക്കുകയാണ്, ഏതോ ഒരു പാമ്പ്, ബോധമില്ലാത്തൊരു പാമ്പ് കുട്ടികൾ പോണ വഴി കയറി കിടക്കണം. എന്താ ഈ പാമ്പുകൾക്കൊന്നും വേറെ സ്ഥലമില്ലേ? അവൻ മനസ്സിൽ ആത്മകഥം ചെയ്യുകയാണ്. അപ്പോഴേക്കും മുട്ടൻ വടിയുമായി, വലിയ കമ്പിപ്പാരകളുമായി, തൂമ്പാക്കൈകളുമായി ആളുകൾ ഓടി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ചിലർ പറഞ്ഞു, ആ ഭാഗത്തേക്ക് മാറുന്ന ഇവിടെ നിന്ന് അടിക്ക്, ഒരാളെ തലക്കെട്ട് കൊടുക്കടി, ഒരാളെ നടുവിൻ്റെ കൊടുക്കടി, ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഈ ചേനത്തണ്ടൻ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അവനിട്ടൊന്ന് കിട്ടണം. ഇത്രയും സമയം കൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടുകൂടെ? അവൻ പിന്നെ അവിടെ കിടക്കുക. ഇങ്ങനത്തെ പാമ്പുകൾക്ക് മുട്ടൻ അടി തന്നെ കിട്ടണം എന്ന് ഈ ചേനത്തണ്ടൻ ആത്മകഥം ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വന്ന ആളുകൾ കമ്പിപ്പാര കൊണ്ട് വന്നവരും തൂമ്പക്കൈ കൊണ്ട് വന്നവരും മുട്ടൻ വടി കൊണ്ട് വന്നവരും അവർ ആഞ്ഞ് ആ പാമ്പിൻ്റെ മുതുകത്തേക്ക് ആദ്യത്തെ അടിയിട്ട് കൊടുത്ത്, മുതുകത്തേക്ക് അടി വീണതും ഈ ചേനത്തണ്ടൻ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ചേനത്തണ്ടൻ പറഞ്ഞു, അയ്യോ, ഈ അനൗൺസ്മെന്റ് മുഴുവൻ എനിക്ക് വേണ്ടിയുള്ളതായിരുന്നോ? അപ്പോഴേക്കും സമയം വളരെ വൈകി. അത് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി. അപ്പോഴേക്കും അടുത്ത അടികൾ തുരുതുര വീണ് കഴിഞ്ഞു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവീൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ, നിങ്ങൾ ജീവൻ തേടുമ്പോൾ, നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ ജീവൻ തേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം വരും, നിങ്ങൾ വെളിച്ചം തേടുന്നൊരു സമയം വരും. അപ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ആത്മാവ് നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ കരയും. ഇതാ കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ എൻ്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒരുപാട് പേരെ ചിന്ത എങ്ങനെയാണ്? വചനം കേൾക്കുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല, ഇത് വേറെ ആർക്കോ വേണ്ടിയുള്ളതാണ്. വചനം കേൾക്കുമ്പോൾ പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല, എൻ്റെ ഈ പാപമൊന്നും സാരമില്ല, ഈ വചനം വേറെ ചിലർക്ക് കുറുക്കിക്കൊള്ളുന്ന വചനമാണ്, ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ളതല്ല. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവം തൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്ന ദൈവിക ദൂതായി സ്വീകരിക്കാൻ പരാജയപ്പെടുന്ന ജനങ്ങൾ, ദൈവമക്കൾ ഈ ഭൂമുഖത്തുണ്ട്. അവർ തങ്ങളുടെ ചെയ്തികളെ തങ്ങളുടെ ഹൃദയത്തിലിട്ട് ന്യായീകരിച്ച് ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നതിൽ, ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നതിൽ അവർ തങ്ങളെ തന്നെ തടയുന്നവരാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മനുഷ്യപുത്ര, മതിലുകൾക്കരികിലും വീട്ടുവാതിക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ പറയുന്നു, വരൂ, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. അവർ കൂട്ടം കൂട്ടമായി നിന്റെ അടുക്കൽ വരും, എൻ്റെ ജനം എന്ന പോലെ നിന്റെ മുമ്പിൽ ഇരിക്കും. നിന്റെ വാക്കുകൾ അവർ ശ്രവിക്കുകയും ചെയ്യും, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. കാരണം അവര് തങ്ങളുടെ നീതി കൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ ബന്ധിക്കുന്നു. തങ്ങളുടെ നീതി കൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നത് അവർ നിഷേധിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നോട് സംസാരിക്കുന്ന വചനങ്ങളായി അവർ സ്വീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് റോമാ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 3-ാമത് തിരുലിഖിതം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. റോമ 10:3, എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ അവർ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ നീതിക്ക്, ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ആത്മാവിന് അവർ കീഴ്വഴങ്ങിയില്ല. അവർ കീഴ്വഴങ്ങിയില്ല. നിയമാവർത്തനം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കുന്ന ജീവിത രീതിയാണ് അവർ അവലംബിക്കുന്നത്. അതിനെക്കുറിച്ച് വചനം പഠിപ്പിങ്ങനെയാണ്, വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേര്, വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക്, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്വഴങ്ങാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം കേൾക്കുമ്പോൾ, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ, പ്രാർത്ഥനകളിൽ പങ്കുചേരുമ്പോൾ, വിശുദ്ധ കൂദാശകളിൽ പങ്കുചേരുമ്പോൾ ഹൃദയത്തെ പരിവർത്തനത്തിനായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. അതിന് നല്ലൊരു ഉദാഹരണമാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവദാസൻ വന്ന് ദാവീദ് രാജാവിൻ്റെ പാപത്തെക്കുറിച്ച് പ്രഘോഷിച്ച് രാജാവ് അപ്പോൾ തന്നെ ഹൃദയം തുറന്ന് വചനം സ്വീകരിച്ച് തൻ്റെ ദുർനടപടികൾ തെറ്റായി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവസങ്ങളോളം കരഞ്ഞ് നിലവിളിച്ച് അനുതാപ കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിച്ച്. അപ്പോസ്തല പ്രവർത്തനം 3:19, മകനെ, നീ പാപത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ വ്യർത്ഥ മാർഗത്തിൽ നടക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ? അപ്പോസ്തല പ്രവർത്തനം 3:19 പതിപ്പിക്കുന്നു, അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ദാവീദ് അതുപോലെ കണ്ണുനീർ വാർത്ത് കരഞ്ഞ്, ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനായി മാറി.
അദ്ദേഹം ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ പിന്നീട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 139 സങ്കീർത്തനത്തിൽ 23 തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 139:23. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അവിടുന്ന് പരീക്ഷിച്ചറിയണമേ. എൻ്റെ പാദങ്ങൾ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ എന്ന് അവിടുന്ന് പരിശോധിച്ച് നോക്കി എന്നെ നീതിയുടെ മാർഗത്തിലൂടെ നടത്തണമേ. ദാവീദ് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വന്തം ഇഷ്ടാനുസരിച്ച് ഇതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നണത്, എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നണത്, എൻ്റെ വഴികളെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നണത്. പക്ഷെ ദാവീദ് അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ നീതിയുടെ വഴികളിൽ നടക്കാൻ ആഗ്രഹിച്ച ദൈവ പൈതല് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ മനസ്സിനെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ പരീക്ഷിച്ച് എൻ്റെ വഴികളെ അവിടുന്ന് മനസ്സിലാക്കി എന്നെ നീതിയുടെ വഴികളിലൂടെ അവിടുന്ന് എന്നെ നടത്തണമേ എന്ന് ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ എൻ്റെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന വചനങ്ങളായി സ്വീകരിക്കണം. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തലന് സന്തോഷകരമായ അനുഭവം ഉണ്ടായി. അതാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 തെസ്സലോനി 2:13. അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കഠിന ഹൃദയന്മാരും മർക്കടമുഷ്ടികളും താന്തോന്യങ്ങളെല്ലാം ദൈവം അവരോട് നേരിട്ട് സംസാരിക്കുന്ന വചനമായി ആ വചനങ്ങളെ സ്വീകരിച്ച്. അതാണ് 1 തെസ്സലോനി 2:13. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അപ്പോസ്തലൻ വലിയ ആത്മനിർവൃതിയോടെ ആത്മീയ സന്തോഷത്തെ പറയുകയാണ്. യഥാർത്ഥ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മാവിനോട് ദൈവം സംസാരിക്കുന്നതായി ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു. അല്ലയോ ദൈവ പൈതലെ, വചനം കേൾക്കുന്ന ദൈവ പൈതലെ, വചനം കേൾക്കുന്ന കുടുംബങ്ങളെ, വംശങ്ങളെ, ജനപദങ്ങളെ, ഗോത്രങ്ങളെ ശ്രവിക്കുക. നിങ്ങൾ എവിടെ നിന്ന് വചനം കേട്ടാലും ആരിൽ നിന്ന് വചനം കേട്ടാലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ വചനമായി, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന ആ വചനങ്ങളായി, ദൈവത്തിൻ്റെ വചനങ്ങളായി ഹൃദയങ്ങളിലേക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ ആഞ്ഞു പുൽകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൽ 40-ാം തിരുലിഖിതം. ദൈവത്തിൻ്റെ ദാസൻ എളിമയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധി ദൈവമക്കൾക്കുള്ള രക്ഷയുടെ ഒരു വഴി പറഞ്ഞു വെക്കുകയാണ്. ആകയാൽ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും നമ്മുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയുകയും ചെയ്യാം. ആകയാൽ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും നമ്മുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയുകയും ചെയ്യാം. വചനം കേൾക്കുമ്പോൾ തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്വഴങ്ങണം, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടണം. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധി തുറന്നു വെക്കാം. ദൈവമേ, എൻ്റെ പാപത്തെ ന്യായീകരിക്കാതെ അങ്ങയുടെ വചന മാർഗത്തിൽ നടക്കാനുള്ള എളിമ, തുറവി, അനുതാപം തരണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്നു. പാപമെന്നിൽ ഇല്ലയെന്ന് നിരന്തരം ഞാനോർത്തുപോ, നീതിമാനായി ഞാൻ ചമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നു പോ. പാപമെന്നിൽ ഇല്ലയെന്ന് നിരന്തരം ഞാനോർത്തു പോ, നീതിമാനായി ഞാൻ ചമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നു പോ. യേശുവേ, 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 മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ, മനസ്സു ഞാനങ്ങിൽ അർപ്പിക്കുന്നു. യേശുവേ, യേശുവിനെ വിളിക്കുന്നു. യേശുവേ, എല്ലാ ദൈവമക്കളും യേശുവിനെ വിളിക്കുന്നു, രക്ഷയുടെ നാമത്തെ വിളിക്കുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തന്നെ സമ്പത്ത് വർഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുലിഖിതം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും നമ്മുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സകല ഹൃദയങ്ങളെയും നിത്യരക്ഷയിലേക്ക് നയിക്കുന്നവനായ യേശു ക്രിസ്തു തൻ്റെ തിരുസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിച്ച കോടിക്കണക്കിന് ആത്മാക്കളെ നിത്യരാജ്യത്തെത്തിച്ച കർത്താവ് ഇതാ ഈ നിമിഷങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. 2 കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി യേശുവേ എന്ന് ഹൃദയം കൊണ്ട് വിളിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാവിൽ വീണ ചങ്ങലകൾ മുറിയാൻ പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന. കർത്താവേ, കാലാകാലങ്ങളായി ദൈവമക്കളിൽ കടന്നുകൂടി എല്ലാ വക്രബുദ്ധിയും അതിബുദ്ധിയും അതിസാമർഥ്യവും വിട്ടുമാറി ദൈവവചനത്തിന് വേണ്ടി ഹൃദയം തുറക്കാൻ തക്കവിധം ദൈവിക ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ ദൈവമേ, തകർന്ന കുടുംബങ്ങളെ, തളർന്ന രോഗികളെ, ഹൃദയത്തിൽ വലിയ ഭാരത്തോടെ നിലവിളിക്കുന്നവരെ, ഓ കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ബാലികാബാലന്മാർ, യുവതീവാക്കന്മാർ, കുടുംബനാഥന്മാർ, ഉദ്യോഗസ്ഥന്മാർ, സകല മേഖലകളെയും ഓ കർത്താവേ അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ സ്പർശിക്കണമേ. വേദനകളാൽ കരയുന്ന കുടുംബങ്ങൾ, വേദനയാൽ നീറുന്ന ഹൃദയങ്ങൾ അങ്ങയുടെ ദിവ്യ സ്പർശനത്താൽ ഇപ്പോൾ അത്ഭുതങ്ങൾ കാണട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.